ബലിവേദിയ തിരുയാഗമ അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമി തിരുപൂജയിൽ ഭയമോടെ ആദരവാ. ബലിവേദിയ തിരുയാഗമ അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമി തിരുപൂജയിൽ ഭയമോടെ ആദരവാ. അനുതാപമാർന്നണയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമ അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമി തിരുപൂജയിൽ ഭയമോടെ ആദരവാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിലും അവിടുത്തെ അമ്മയിലും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് മനുഷ്യരുടെ പ്രശംസ കിട്ടുവാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാനാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിന് ശേഷം നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. ചിലപ്പോഴെങ്കിലും എല്ലാവരുമല്ല, കുറച്ചു പേരെങ്കിലും മനുഷ്യരുടെ പ്രശംസ കിട്ടുവാൻ വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ സൽക്കർമ്മം ചെയ്യാറുണ്ട്. അവരുടെ പേര് നോട്ടീസിലും വാൾപോസ്റ്റിലും അതുപോലെ തന്നെ മൈക്കിലൂടെയൊക്കെ കേൾക്കപ്പെടണമെന്നും കാണപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച് സൽപ്രവൃത്തി ചെയ്യുന്നവരും, ദേവാലയങ്ങൾ പണിയുവാനും കുരിശടികൾ പണിയുവാനും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുവാനും അതുപോലെ പൊതുജനങ്ങൾ എപ്പോഴും നോക്കിക്കാണുന്ന സ്ഥാപനങ്ങളൊക്കെ പണിയുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന മനുഷ്യരുണ്ട്. സ്വന്തം കുടുംബത്തിനകത്ത്, സ്വന്തം അയൽവക്കത്ത് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന മനുഷ്യരുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും 5 പൈസ പോലും കൊടുക്കില്ല, ഒരു സഹായവും ചെയ്യില്ല. സ്കൂൾ തുറക്കുമ്പോൾ പുസ്തക വിതരണത്തിനും അതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ പരസ്യങ്ങൾക്ക് വേണ്ടി പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യരുണ്ട്. തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി പഠിക്കുവാൻ നിവൃത്തിയില്ലാതെ നിന്നാൽ ആ കുട്ടിയുടെ പഠന ചെലവിന് വേണ്ടി ഒരു 500 രൂപ കൊടുക്കുവാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഞാനൊരു സൽപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ലോകമറിയണം, എൻ്റെ പേര് തെളിഞ്ഞു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ആ പേര്, നീ എഴുതിയ പേര് നിൻ്റെ മരണത്തോടുകൂടെ ഈ ലോകത്ത് തീരും, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ അത് നിലനിൽക്കും, നിൻ്റെ നിത്യജീവന് ഉപകാരപ്പെടുന്നില്ല. എന്നാൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, പക്ഷെ നിൻ്റെ പേരിനും പ്രശസ്തിക്കും ആകരുത് എന്നതാണ്.
എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചില വ്യക്തികളെ നന്നായിട്ട് അറിയാം. ഒരു പരസ്യവുമില്ലാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയാത്ത വിധത്തിൽ രഹസ്യമായിട്ട് പാപപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമുക്ക് ക്രിസ്ത്യാനികൾക്കാണ് ഈ ഏറ്റവും വലിയ കുഴപ്പമുള്ളത്. ഒരു ക്രിസ്മസ് വന്നാലും ഒരു ഓണം വന്നാലും ഒരു ഈസ്റ്റർ വന്നാലും നമ്മുടെ പള്ളിയിൽ പാവപ്പെട്ടവർക്ക് അരി വിതരണം ചെയ്യും, വസ്ത്രം വിതരണം ചെയ്യും. എങ്ങനെയാ? കുർബാന കഴിയുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് പേര് വായിക്കും. വായിച്ചിട്ട് പറയും, ഇവരാണ് ഈ ഇടവകയിലെ ദരിദ്ര നാരായണന്മാർ. അവർക്കിത് 5 കിലോ അരിയും കുറേ പലവ്യഞ്ജന സാധനങ്ങളും കൊടുത്തും വിടും. നമ്മുടെ ഇസ്ലാം മത വിശ്വാസികളായ സഹോദരങ്ങൾ നോക്കുക, അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, പാവങ്ങളെ സഹായിക്കുന്നത് ഏതെങ്കിലും കോളാമ്പിയെ വെച്ച് വിളിച്ച് പറഞ്ഞിട്ടാണോ? അവരുടെ നോമ്പ് കാലത്തിലും അല്ലാതെയുള്ള സമയങ്ങളിലൊക്കെ അവർ പാവപ്പെട്ടവരെ കണ്ടെത്തി രഹസ്യമായിട്ട് അവരുടെ ഭവനങ്ങളിൽ കൊണ്ട് സഹായങ്ങൾ എത്തിക്കുകയാണ്. ഈശോ ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു വ്യക്തിത്വമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി അത്ര നല്ലതല്ല. ഭക്തസംഘടനകളുടെ പേരിലായാലും സാമൂഹ്യ സംഘടനകളുടെ പേരിലായാലും ഇടവകയുടെ പേരിലായാലും പാവങ്ങളെ സഹായിക്കുന്നത് അവരെ കണ്ടെത്തി രഹസ്യമായിട്ട് സഹായിക്കുക. എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു വരുത്തി ഇവർ ദരിദ്ര നാരായണന്മാരെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇന്ന് ഈ കുർബാനയിൽ നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മുരുക്കുംപുഴ മാഗി ക്വാർട്ടേഴ്സിൽ അലക്സാണ്ടർ പെരേരയുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഈ കുടുംബം, ഈ പിതാവ് തൻ്റെ കുടുംബത്തെയും തൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയൊക്കെ ഒത്തിരി സ്നേഹിച്ചു. വിദേശ രാജ്യത്തിൽ ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പുലർത്തി. പിതാവ് ഈ ലോകം വിട്ട് കടന്നുപോയിരിക്കുന്നു. ഒരു നല്ല അമ്മ ആ ഭവനത്തിലുണ്ട്, ഇവിടെ മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ കുർബാനയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേഹി പെരേര ആൻറ്റിയും കുടുംബാംഗങ്ങളും ചേർന്ന് ഈ കുർബാന പരേതനായ പ്രിയ പിതാവ് അലക്സാണ്ടറിൻ്റെ ആത്മശാന്തിക്കായി സമർപ്പിക്കുന്നു. നമുക്ക് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ ബലിക്കായി ഒരുങ്ങാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങ് ചെവി ചായ്ക്കണമേ. ഈ ലോകത്ത്
അങ്ങീ ജനത്തോട് കാരുണ്യപൂർവ്വം അങ്ങ് ഒന്നിച്ചു ചേർത്ത അങ്ങീ ദാസൻ അലക്സാണ്ടർ പെരേരെ സമാധാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്ഥലത്ത് എത്തിച്ചേരുവാനും അങ്ങീ വിശുദ്ധരുടെ സമൂഹത്തിൽ പങ്കുചേരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഈ കുർബാനയിൽ നിയോഗങ്ങൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കനിഞ്ഞനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഏലിയയെ സ്വർഗത്തിലേക്ക് ചുഴൽക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയയും എലീശയും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. അനന്തരം ഏലിയ എലീശയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടു മാറുകയില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാനിൽ നിന്നു സമീപം എത്തിയപ്പോൾ പ്രവാചകണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി ഇരുവരും ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടന്നു. മറുകരെ എത്തിയപ്പോൾ ഏലിയ എലീശയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവ് ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാനശ്വരങ്ങളും അവരെ വേർപ്പെടുത്തി. ഏലിയ ഒരു ചുഴൽക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീശ അതുകണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ എലീശയെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി അവൻ ഏലിയയിൽ നിന്നു വീണു കിട്ടിയ മേലങ്കിയുമായി ജോർദാനിൻ്റെ കരയിൽ ചെന്നു നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയയുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി. അവൻ കടന്നുപോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാചരണയിൽ നിന്നും രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ന വചനങ്ങൾ ഏൽക്കാതെ അവയുടെ കൂടാരത്തിന്മേൽ അവരെ മറച്ചു വെച്ചു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗിലും തെരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭവിക്കരുത്. താങ്കൾ ഉപവസിക്കുന്നു എന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകിക്കളയുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തിൽ, ഈ പ്രഭാതത്തിൽ കർത്താവ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ജനങ്ങളിൽ നിന്ന് പ്രശംസ കിട്ടുവാൻ വേണ്ടി ആകരുത്. രണ്ടാമത്, പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്ന് കാണിപ്പിക്കുവാൻ വേണ്ടി പരസ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടരുത്. മറിച്ച് നീ രഹസ്യമായിട്ട് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഈശോ പറയുന്നു. പ്രാർത്ഥന 3 വിധത്തിലുണ്ട്. 1 രഹസ്യാത്മകമായ പ്രാർത്ഥന, 2 ധ്യാനാത്മകമായ പ്രാർത്ഥന, 3 പരസ്യ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നതും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് പരസ്യാരാധനയിൽ വരും. എന്നാൽ നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നീ അത് രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച് നിന്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് നീ പ്രതിഫലം ലഭിക്കണം. 3 ഉപവാസത്തെക്കുറിച്ച് പറയുകയാണ്. നീ ഉപവസിക്കുന്ന കാര്യം ഒരു വ്യക്തി പോലും അറിയാനായിട്ട് പാടില്ല. സ്വർഗസ്ഥനായ പിതാവും നീ മാത്രം അറിയണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഉപവസിച്ചപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ കുർബാനയിൽ പങ്കുചേരുന്നവർ, ഈ കുർബാനയിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾ, യാത്ര ചെയ്യുന്നവർ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും സമർപ്പിക്കാം. ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്നവർ, ഭവന പ്രതിഷ്ഠ ചെയ്യുന്നവരൊക്കെ സമർപ്പിക്കാം.
ഈ കുർബാനയിൽ പരേതനായ പ്രിയ പിതാവ് അലക്സാണ്ടർ പെരേരയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മേഹി പെരേര ആൻറ്റിയെയും അവരുടെ മക്കളെയും മരുമക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഇടവകയും ഈ ദേശത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് എന്നോട് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കുർബാനയിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എന്നെ ഓർമ്മിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സൽപ്രവർത്തികളും മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാതെ നിത്യരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചുവല്ലോ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും അങ്ങേ മഹത്വീകരണത്തിനുമായിരിക്കട്ടെ. അതേ കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് എല്ലാ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവാൻ പോടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന് നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവാൻ പോടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന് നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണി നാഥ, നിന്റെ കാരുണ്യം മളവറ്റതല്ലോ. സർവം പൊറുക്കണി നാഥ, നിന്റെ കാരുണ്യം മളവറ്റതല്ലോ. സഹോദരെ, ഞാനും നിങ്ങളും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസവും മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയോട് കേണപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് അലക്സാണ്ടർ പെരേരയ്ക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്വസ്ത്രബലി സ്വീകരിക്കുകയും ഇയാളെ തൃക്കൺ പാർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുരഞ്ജനത്തിൻ്റെ ഈ ഭക്താനുഷ്ഠാനങ്ങൾ വഴി ഈ പിതാവ് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അർഹത നേടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിസുതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിൻ്റെ തലേനാൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരോട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങീ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിവന്യ വിൻസെന്റ് സാമുവൽ തിരുമേനിയോടും വൈദിക ഗണത്തോടും സഭയിലെ സമർപ്പിത സഹോദരീ സഹോദരന്മാരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്താർത്ഥികളും ആത്മായ പ്രേക്ഷിതരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ പ്രിയദാസൻ അലക്സാണ്ടർ പെരേരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടൊന്നായി ചേർന്ന ഈ പിതാവിനെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കി തീർക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ആരാലും പ്രാർത്ഥിച്ച് സഹായിക്കുവാനില്ലാത്ത ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അവരുടെ ഭാഗ്യപ്പെട്ട ഭർത്താവായ വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ ഉണ്ണീശയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പ്രിയ സഹോദരങ്ങളെ, നീണ്ട ഏറെ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ഒരു കുടുംബമാണ്
ഇന്ന് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മുരുക്കുമ്പുഴ മേഘി കോട്ടേഴ്സിൽ മേഘി ആൻറ്റിയെയും കുടുംബാംഗങ്ങളെയും, അസീസി ഭവനിൽ ഇന്ന് അനേകം മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ആ പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഫാത്തിമയിലെ ദർശനരൂപം ഈ കുടുംബമാണ് വർഷങ്ങൾക്ക് മുമ്പ് നേർച്ചയായി നൽകിയത്. പരിശുദ്ധ കന്യകാമറിയത്തോട് വളരെയേറെ ഭക്തിയും വിശ്വാസവുമുള്ള ഈ കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ആത്മശാന്തിക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ, പരേതരായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഓർത്തുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് കനിയണേ ഞങ്ങളിൽ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് കനിയണേ ഞങ്ങളിൽ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് ശിക്ഷയ്ക്കും വിധിക്കും നാശത്തിനും കാരണമാകരുത്. എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യവും ദിവ്യ ഔഷധമാകുകയും നിത്യജീവന കാരണമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് അവിടുത്തെ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു സ്വരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മഹിമയിൽ വാഴും രക്ഷകനീശു മരണമടഞ്ഞ സഹോദരനേ,
നിൻ തിരുകൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരയേറ്റാൻ കനിയണമേ. മഹിമയിൽ വാഴും രക്ഷകനീശോ, മരണമടഞ്ഞ സഹോദരനേ, ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ പങ്കുചേർന്നുകൊണ്ട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അലക്സാണ്ടർ പെരേര നിത്യമായ ശാന്തിയും പ്രകാശവും അനുഭവിക്കുവാനും വിശുദ്ധരോടൊപ്പം ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഇടയാക്കുകയും ചെയ്യണമേ. കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഇന്നവർ കടന്നു പോകുന്ന ജീവിത മേഖലകളെയും അങ്ങ് കനിഞ്ഞനുഗ്രഹിക്കണമേ. അസീസി മിഷൻ ചാനലിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കനിഞ്ഞനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മനുഷ്യനെ അവാച്യമായ നന്മയാൽ സൃഷ്ടിക്കുകയും തൻ്റെ ഏകജാതന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുകയും ചെയ്ത എല്ലാ സമാശ്വാസങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിക്കുന്നവരായ നമുക്ക് പാപത്തിൽ നിന്ന് പൊറുതിയും എല്ലാ പരീതർക്ക് പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഇടം അവിടെ നിന്ന് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും അവിടത്തോടുകൂടെ ആഹ്ലാദപൂർവ്വം നിത്യമായി ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൃത്യമായി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരുവിൻ ധന്യവിശുദ്ധൻ മാരെ രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ വാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം. വഹിക്കുവിൻ കരതാരിലയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതനം കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നോടെ സവിധം പോകാം. കൈക്കൊള്ളണമേ രക്ഷകനീശൻ തൻ തിരുകൃപയതിനാലേ. തൻ തിരുകൃപയതിനാലേ. പൂർവപിതാവാം അബ്രാമിന്നോട് മടിയിൽ നിന്നെ അണയ്ക്കാം. മാലാഖമാർ
സമാഗതരായിടട്ടെ. നാഥാ നിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ. നാഥാ നിത്യവെളിച്ചമിയാള് ശോഭിതമാക്കണമേ, ശോഭിതമാക്കണമേ. വരുവിൻ ധന്യവിശുദ്ധൻ മാരെ രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ വാനവവൃന്ദമിയാൾ എതിരേൽക്കാനതിമോദ